ഓഡോ ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് ഓഡോ ബിഗിനേഴ്സിനുള്ളതാണ്. ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ മോഡ്യൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ അതിന് CRM വോയിസിൽ അതിൻ്റെ ഒരു റീഡ് വരുന്നു, അതിന് അഗേൻസ്റ്റ് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെയിൽസ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്നു. ആ പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺ ബേസിൽ നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നു. അതിൻ്റെ കോസ്റ്റ് സെൻറ്റർ അതിനെ കുറിച്ചിട്ടാണ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് പർച്ചേസിനും ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, CRM, സെയിൽസ്, പ്രൊജക്റ്റ്, പർച്ചേസ്, അനലറ്റിക് അക്കൗണ്ടൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, CRMൽ ഞാൻ ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ എന്ന് കൊടുത്തു. പിന്നെ ഓഫീസ്, ഞാൻ ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ABC ഹൗസ് കൺസ്ട്രക്ഷൻ. ഇതാണ് എൻ്റെ ലീഡിൻ്റെ പേര്. ഓക്കെ, ഞാനിത് ഓക്കെ, ഇതിന് ശേഷം നമുക്ക് പ്രോബിലിറ്റി കൊടുത്തു. നിങ്ങൾക്ക് കസ്റ്റമർ അറിയണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, റിക്കറിങ് ആവശ്യമുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, കോൺഫിഗറേഷനിൽ റിക്കറിങ് എന്നുള്ള എനേബിൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാനിത് ഇൻഫർമേഷനും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ ആക്ടിവിറ്റിയിൽ കോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ടിവിറ്റി ഫോളോ അപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഇതാണ് ആക്ടിവിറ്റിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ആക്ടിവിറ്റിയിൽ വന്ന് കിടക്കും. ഇപ്പം എനിക്കിപ്പോൾ രണ്ട് എക്സിസ്റ്റിംഗ് ആക്ടിവിറ്റി ലീഡ് ഇതുണ്ട്, മീൻസ് കോളോ ഇമെയിലോ അത് ഉണ്ട്, ഓവർ ഡ്യൂ ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. ഓക്കെ, ഞാനെന്ത് വീണ്ടും ആ ലീഡിലോട്ട് പോകുന്നു. ABC കൺസ്ട്രക്ഷൻ, ഇതായിരുന്നു എൻ്റെ ലീഡ്. ഓക്കെ, ഇതിന് അഗേൻസ്റ്റ് ആക്ടിവിറ്റി ലോഗ് നോട്ടൊക്കെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് കൺവേർട്ട് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുവന്നു. ഇത് ഞാൻ അവാർഡായി. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സർവീസ് ആയിട്ടാണ് ആ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ എന്ന് കൊടുത്തു. ഹൗസ് കൺസ്ട്രക്ഷൻ എന്നാണ് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് സർവീസിൻ്റെ പേര്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പർച്ചേസ് വേണ്ടെങ്കിൽ പർച്ചേസ് ഒഴിവാക്കാം, മീൻസ് സെയിൽസ് ഐറ്റം ആണല്ലോ. ഓക്കെ, എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ സർവീസ് എനേബിൾ ചെയ്യുന്നു. സർവീസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആൻഡ് ഓർഡർ എന്നുണ്ടാവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ആവേണ്ടത് ഓട്ടോമാറ്റിക്. ഇനി ടാസ്ക് വേണമെങ്കിൽ പ്രൊജക്റ്റ് ആൻഡ് ടാസ്ക് വേണമെങ്കിൽ രണ്ടും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊജക്റ്റ് കൊടുക്കുന്നു. ഈ പ്രൊജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് പ്രൊജക്റ്റ് ടെംപ്ലേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീഫാൾട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സെറ്റിങ്സിൽ എന്ത് ചെയ്യാം, ഇവിടെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മൈൽ സ്റ്റോൺ ബേസിലാണ്. അപ്പോൾ ടാസ്ക് മാനേജ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, മൈൽ സ്റ്റോൺ ബേസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോ മൈൽ സ്റ്റോൺ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നോർമൽ റെഗുലർ ഇൻവോയ്സ് ക്രിയേറ്റ് ഞാൻ സേവ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളെ കാറ്റഗറി ഏതാണ് അത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇൻവോയ്സിങ് പോളിസി ഉണ്ട്. ഇവിടെ ഇതും കൂടി ശ്രദ്ധിക്കണം, ബേസ്ഡ് ഓൺ മൈൽ സ്റ്റോൺ ആണ് വേണ്ടത്. അത് കൊടുത്തു. ഞാൻ ഇത് സേവ് ചെയ്തു. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ലീഡിലോട്ട് വീണ്ടും പോകുന്നു. ഞാൻ നേരത്തെ കൺവേർട്ട് ചെയ്തതാണ് ABC കൺസ്ട്രക്ഷൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ന്യൂ കൊട്ടേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ശേഷം പേയ്മെൻറ്റ് ടൈംസ് നമുക്ക് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ആ സർവീസ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നു. ഹൗസ് കൺസ്ട്രക്ഷൻ എന്നാണ് എൻ്റെ സർവീസിൻ്റെ പേരുണ്ടായിരുന്നത്. അത് കൊടുത്തു. ഞാൻ 1000 കൊടുത്തു, 1000 PD കൊടുത്തു. ഓക്കെ, ഞാൻ ഈസി പർപ്പസിന് ടാക്സ് ഒഴിവാക്കുന്നു. ഞാനത് സേവ് ചെയ്തു. വൺസ് നിങ്ങൾ കൺഫേം ചെയ്യുമ്പോൾ, സെയിൽസ് ഓർഡറെ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കാണ് ഒരു പ്രൊജക്റ്റും ക്രിയേറ്റ് ആകും, ഒരു മൈൽ സ്റ്റോണിൻ്റെയും ഇതും ക്രിയേറ്റ് ആകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾ സെയിൽസ് ഓർഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡീഫാൾട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടെംപ്ലേറ്റ്സിൻ്റെ ഇത് വന്നോളും. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ടെംപ്ലേറ്റ്സ് എനിക്ക് വേണ്ട. ഓക്കെ, നമ്മൾ ഡീഫാൾട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും ഹൗസ് എന്നുള്ള ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. 1000 PD കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വൺസ് കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഇവിടെ പ്രൊജക്റ്റിൻ്റെ ഇത് ക്രിയേറ്റ് ആവും. അതുപോലെ നിങ്ങൾക്ക് അനലറ്റിക് അക്കൗണ്ട് മീൻസ് കോസ്റ്റ് സെൻറ്ററും നിങ്ങൾ ക്രിയേറ്റ് ആവും. ഞാനിത് കൺഫേം ചെയ്യുന്നു. ഓക്കെ, കൺഫേം ചെയ്യുന്ന പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി, മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റും ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റ് വേണമെങ്കിൽ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായി നമുക്ക് അനലറ്റിക്കിൻ്റെ അക്കൗണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ അനലറ്റിക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അനലറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാൻ അനലറ്റിക് ക്രിയേറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഇനി അനലറ്റിക് റിപ്പോർട്ട് എടുക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സിസ്റ്റിംഗ് ഞാനിത് ആർക്കൈവ് ചെയ്യുന്നു. ഇതായിരുന്നു എൻ്റെ സെയിൽസ് ഓർഡർ നെയിമിലാണ് വന്നത്. കണ്ടോ, S00
00045. ഇതാണ് എൻ്റെ അനലറ്റിക് അക്കൗണ്ട്. ഇപ്പോൾ ഇതിലൊന്നും ഞാൻ സെയിൽസ് ഓർഡർ ക്രിയേറ്റ് മീൻസ് ഇതിന് അഗേൻസ്റ്റ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പർച്ചേസിൻ്റെ ബില്ലൊന്നും ക്രിയേറ്റ് ചെയ്തില്ല, എക്സ്പെൻസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വാല്യൂ 0 വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ആ എക്സിസ്റ്റിംഗ് സെയിൽസ് ഓർഡർ എടുത്തു. എനിക്ക് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാറ്റാബേസ് മീൻസ് സെറ്റിങ്സിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രൊജക്റ്റിൻ്റെ ഇതാണ് അനലറ്റിക് കോസ്റ്റ് സെൻറ്റർ. ഞാൻ ഇതിൻ്റെ പേര് തന്നെ ഞാൻ മാറ്റുന്നു. ഓക്കെ, ABC എന്ന് കൂടെ കൊടുക്കുന്നു, ഈസിയായി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ABC കൺസ്ട്രക്ഷൻ ഇത് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് സെയിൽസ് ഓർഡർ. ഇപ്പം നമുക്ക് നമ്മൾ ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റെഗുലർ ഇൻവോയ്സ് വരില്ല. ഡീഫാൾട്ടായി ഡൗൺ പേയ്മെൻറ്റ് ഫിക്സ്ഡ് എമൗണ്ട് പെർസെൻറ്റേജ് ബേസിലാണ് വരിക. ഡൗൺ പേയ്മെൻറ്റ്സ് റെഗുലർ ഇൻവോയ്സ് വരാത്തത് കാരണം എന്താണ്, നമ്മൾ മൈൽ സ്റ്റോൺ ബേസിലാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യണം, മൈൽ സ്റ്റോൺ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് മൈൽ സ്റ്റോൺ നിങ്ങൾ 10%-ാണെങ്കിൽ എന്ത് ചെയ്യാം, 10%, 15% കൊടുക്കാം. അതിനുശേഷം മൈൽ സ്റ്റോണിൻ്റെ നെയിമും കൊടുക്കാം, ഇനീഷ്യൽ അങ്ങനെയൊക്കെ കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ റീച്ച്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്താലാണ്. അതിനുശേഷം ഡെഡ് ലൈൻ കൊടുക്കാം, സേവ് ചെയ്യാം. ഇനി വീണ്ടും ഞാൻ സെയിൽസ് ഓർഡറിലോട്ട് പോകുന്നു. ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് റെഗുലർ ഇൻവോയ്സിൽ വരും. അപ്പോൾ അതിന് 10% നമുക്ക് എടുക്കുന്നത്, ഓട്ടോമാറ്റിക്കാണ് 10% എടുത്തു. ഞാൻ കൺഫേം ചെയ്തു. കൺഫേം ചെയ്ത് ഞാൻ വീണ്ടും അനലറ്റിക് അക്കൗണ്ട് മീൻസ് കോസ്റ്റ് സെൻറ്ററിൽ പോകുന്നു. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഇൻവോയ്സിൻ്റെ അഗേൻസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഈ പ്രൊജക്റ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് ഇതായിരുന്നു. ഓക്കെ, ഞാൻ മറ്റ് 3 പ്രൊജക്റ്റ് ഞാൻ ഈസി പർപ്പസിന് വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യുന്നു. ഇതായിരുന്നു എൻ്റെ ABC ഉള്ള പ്രൊജക്റ്റാണ്. ഇതാണ് എൻ്റെ പ്രൊജക്റ്റ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രൊജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കമ്പനി വീലിൽ പോകുന്നു. ഈ പ്രൊജക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഇപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ റീനെയിം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനീഷ്യൽ, നിങ്ങൾ എങ്ങനെയോ സ്റ്റേജസ്, സ്ട്രക്ചർ, ഓക്കെ, ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ടാസ്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഞാൻ ജസ്റ്റ് ടാസ്കിൻ്റെ പേര് കൊടുത്തു. അസൈൻ ചെയ്യാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സബ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ വീണ്ടും ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓഡോ 90ൽ നമുക്കൊരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു സബ് ഐക്കൺ ഉണ്ട്, ടോപ്പ് മെനു ആൻഡ് സബ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടോപ്പ് മെനു എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടോപ്പ് മെനു എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഒരു ഐക്കൺ ബാർ വരും. ഇതിൽ നിങ്ങൾക്ക് മൈൽ സ്റ്റോൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് മൈൽ സ്റ്റോൺ ബട്ടൺ അവിടെ വന്നു. സെയിൽസ് ഓർഡർ, ഇൻവോയ്സ്, പർച്ചേസ് ഓർഡർ, വെണ്ടർ ബില്ല്, ഇപ്പോൾ ഏത് വേണമെങ്കിലും, ഇപ്പോൾ മാർജിന് ഇപ്പോൾ മാനുഫാക്ചറിങ് ഓർഡർ അതായത് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം, എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നാളെ ആ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ പ്രൊജക്റ്റിന് ബേസ്ഡ് എത്ര സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ എന്ത് ചെയ്യാം, അത് ഡീറ്റെയിൽസ് വരും. അതിനുശേഷം അതിന് പർച്ചേസ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ, മാനുഫാക്ചർ, അത് എന്താണ് കൊടുത്തിരിക്കുന്നത് അതിന് അഗേൻസ്റ്റ് നമുക്ക് ആ പ്രൊജക്റ്റിൽ വന്നോളൂ. ഓക്കെ, ഇപ്പം ഞാനെന്ത് ചെയ്തു, നേരത്തെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന്, അത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്തു, ന്യൂ എന്ന് കൊടുത്തു. ഞാനെന്ത് ചെയ്തു, എക്സിസ്റ്റിംഗ് സപ്ലയർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ സിമെൻറ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ സിമെൻറ്റ്, സ്റ്റീൽ, അപ്പോൾ അതിൻ്റെ പകരം ഞാൻ എക്സിസ്റ്റിംഗ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. 1 2 3 എന്നുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ അടുത്ത പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കാണ് നമ്മളെ കോസ്റ്റ് സെൻറ്റർ ഇവിടെ വരുന്നുണ്ട്. കൺഫേം ചെയ്തു. ഞാൻ ഇതിൻ്റെ അഗേൻസ്റ്റ് റിസീവ് ചെയ്തു, മെറ്റീരിയൽ റിസീവ് ചെയ്ത് വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, ഇത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഞാൻ ആ പ്രോജക്റ്റിലോട്ട് തന്നെ പോകുന്നു. അതിന് അഗേൻസ്റ്റ് ആ പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇപ്പോൾ പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പർച്ചേസ് ഓർഡർ വന്നു. നമുക്ക് എത്ര പർച്ചേസ് ഓർഡർ ഉള്ളത് അതൊക്കെ ഇവിടെ കാണിക്കും. ബില്ല് ബുക്ക് ചെയ്യുന്നു. ബില്ല് ബുക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ബിൽ ഡേറ്റ് കൊടുക്കുന്നു, കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ നമ്മളെ കോസ്റ്റ് സെൻറ്ററിൽ അനലിറ്റിക് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് പർച്ചേസിന് അഗേൻസ്റ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ എമൗണ്ട് ഇവിടെ വരും കണ്ടോ. ഇപ്പോൾ ക്രെഡിറ്റും ഡെബിറ്റും നമ്മൾ ഇപ്പോൾ ഏതാണ് നമ്മളെ ഈ മൈൽ സ്റ്റോണിൽ 100 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഞാനിത് ഇന്ന് വീണ്ടും ആ കൺഫേം ഓർഡറിലോട്ട് പോകുന്നു, സെയിൽസിലോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യണം. ഇപ്പോൾ എന്ത് ചെയ്യാം, ഈ മൈൽ സ്റ്റോണിൽ തന്നെ ക്ലിക്ക് ചെയ്യാം, ന്യൂ എന്ന് കൊടുക്കാം.
ഇപ്പോൾ അടുത്ത മൈൽ സ്റ്റോൺ നമുക്ക് എത്ര 25%. അപ്പോൾ അതിന് സെക്കൻഡ് ലെവൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റീച്ച്ഡ് എന്നുള്ള ടിക്ക് ചെയ്യണം, സേവ് ചെയ്തു. ഇനി ഞാനത് വീണ്ടും ഇതിലോട്ട് പോയി സെയിൽസ് ഓർഡർ പോയി ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 25% അഗേൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, കൺഫേം ചെയ്തു. ഓക്കെ, ഇനി ഞാനെന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അനലിറ്റിക് അക്കൗണ്ടിൽ പോവാം. കണ്ടോ, അപ്പോൾ അതിൻ്റെ മൈൽ സ്റ്റോൺ കണ്ടോ, ഇപ്പോൾ 350 ആണ് നമ്മൾ ഇൻവോയ്സ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മൈൽ സ്റ്റോൺ ബേസിലാണ്. അതേപോലെ വീണ്ടും അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ സെയിൽസ് ഓർഡർ ഓപ്പൺ ചെയ്യാം, മൈൽ സ്റ്റോൺ ക്ലിക്ക് ചെയ്യാം, അതിൻ്റെ ശേഷം ന്യൂ എന്ന് കൊടുക്കാം. ഇപ്പോൾ 75%-ലാണ് അടുത്തത് കൊടുക്കാം, തേർഡ് ലെവൽ. ഓക്കെ, അതിനുശേഷം റീച്ച്ഡ് എന്ന് കൊടുക്കാം, സേവ് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ഇൻവോയ്സ് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത മൈൽ സ്റ്റോണും, ഇപ്പോൾ 3 ഇൻവോയ്സും 3 മൈൽ സ്റ്റോണും കഴിഞ്ഞു. പ്രൊജക്റ്റിൻ്റെ ടാസ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രൊജക്റ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇപ്പോൾ ഇൻവോയ്സ് എത്രയാണ്, ഓക്കെ, ആ 3 ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു കണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെണ്ടർ ബില്ല് ഉണ്ടെങ്കിൽ ആ വെണ്ടറിൻ്റെ ബില്ല്, ഇപ്പോൾ ഒന്ന് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു, ആ വെണ്ടറിൻ്റെ ബില്ല്, പർച്ചേസ് ഓർഡർ എല്ലാം ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.